ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉച്ചകോടിയിൽ പങ്കെടുത്ത് ലോക നേതാക്കൾ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതി പരിഗണിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ 283 കോടി രൂപയുടെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷനുകൾക്കായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഈ മാസത്തെ പെൻഷൻ 25 മുതൽ വിതരണം ചെയ്യും. പരമ്പരാഗത വൈദ്യശാസ്ത്ര രംഗത്ത് മികവിന്റെ കേന്ദ്രമായി കേരളം ഉയരുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലിക്കെതിരെ ഇംഗ്ലണ്ടിന് 24 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് 5 ദിവസത്തെ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉച്ചകോടിയിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ആദ്യ ദിവസമായ ഇന്ന് ഭാരത് മണ്ഡപത്തിലും സുഷമ സ്വരാജ് ഭവനിലും വിവിധ വിഷയങ്ങളിൽ പാനൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. AI യുഗത്തിലെ തൊഴിലവസരങ്ങളുടെ ഭാവി, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യുന്നതിന് AIയെ ഉപയോഗപ്പെടുത്തൽ എന്നിവ പാനൽ ചർച്ചയിൽ ഉൾപ്പെടുന്നു. ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് പരിഗണിക്കും. പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ വാദം ഏപ്രിൽ 7 മുതൽ 9 വരെയും എതിർക്കുന്നവരുടേത് 14 മുതൽ 16 വരെയും കേൾക്കും. വാദം 22-ന് മുൻപ് പൂർത്തിയാകുമെന്നും കോടതി അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള 2018 വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളാണ് കോടതി പരിഗണിക്കുക. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയേണ്ടത് വിശ്വാസവുമായി ആഴത്തിൽ പാണ്ഡിത്യമുള്ളവരും സാമൂഹ്യ പരിഷ്കരണ മേഖലയിൽ വിശ്വാസ്യത തെളിയിച്ചവരും ഉൾക്കൊള്ളുന്ന കമ്മീഷനാണെന്ന മുൻ നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് മന്ത്രി P. രാജീവ്. വാദം പൂർണ്ണമായി കേട്ട ശേഷം വ്യക്തമായ നിലപാടെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതി പരിശോധിക്കാൻ പോകുന്നത് 25-26 മതവിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും തുല്യതയെ സംബന്ധിച്ചും ഇത് ഇപ്പോഴത്തെ അപ്ലിക്കബിൾ ആണോ? മതവിശ്വാസവും ആചാരവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ, അതോ ആ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കണോ? ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞങ്ങളോട് പറയാണ് സുപ്രീം കോടതി, നിങ്ങൾ പ്രവേശനത്തിന് അനുകൂലോ ഇല്ലയോ? അപ്പൊ ഞങ്ങൾക്ക് പറയും ഗവൺമെന്റ് അല്ലാതെ പറയേണ്ടത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും സാമൂഹിക പരിഷ്കരണത്തിൽ നല്ല റെക്കോർഡുള്ള ആളുകളുമുള്ള ഒരു കമ്മീഷൻ നിയോഗിച്ച് അവരുടെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത്. ഗവൺമെന്റ് അല്ല പറയേണ്ടത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീർ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ അക്രമങ്ങൾ 80% കുറഞ്ഞുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ പ്രദേശങ്ങൾ അക്രമത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകുന്ന ദിവസം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി പോലീസിന്റെ 79ാമത് സ്ഥാപക ദിനത്തിൽ സേനാംഗങ്ങൾക്ക് ആശംസകൾ നേർന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 283 കോടി രൂപയുടെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. സർജിക്കൽ ബ്ലോക്കിനൊപ്പം മറ്റ് 14 വികസന പദ്ധതികൾ കൂടി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. 7.88 കോടി രൂപ ചെലവിട്ട് സ്ഥാപിച്ച കാത്ത് ലാബ്, 6 കോടി രൂപ ചെലവിടുന്ന പാരാമെഡിക്കൽ ഹോസ്റ്റലിന്റെ പൂർത്തിയാക്കിയ 1ാം ഘട്ടം എന്നിവയാണ് ഇതിൽ പ്രധാനം. പരമ്പരാഗത വൈദ്യശാസ്ത്ര രംഗത്ത് മികവിന്റെ കേന്ദ്രമായി കേരളം ഉയരുകയാണെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. 1.5 കോടി രൂപയിൽ നിർമ്മിച്ച ബേപ്പൂരിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹിക കുടുംബ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ച ആരോഗ്യ സേവന ശൃംഖല കേരളത്തിൽ പ്രവർത്തിക്കുന്നതായും പ്രാഥമിക ആരോഗ്യ മേഖലയ്ക്ക് സർക്കാർ ഊന്നൽ നൽകുന്നതായും ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞു. 2031 ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ തൊഴിലാളി സൌഹൃദ വികസിത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ലോകത്തെവിടെയും തൊഴിലെടുക്കാൻ പ്രാപ്തിയുള്ള യുവജനങ്ങളെ വാർത്തെടുക്കുകയും തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഇരട്ടിയാക്കുകയുമാണ് ലക്ഷ്യം. തൊഴിൽ വകുപ്പിന്റെ വിഷൻ 2031 സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം തുടങ്ങും. ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. കേന്ദ്രവിഹിത ഇനത്തിലുള്ള 24.21 കോടി രൂപയും കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിമാസം 1050 കോടിയോളം രൂപയാണ് പെൻഷനായി നൽകുന്നത്. ഒരു വർഷം ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിവരുന്നത് 14,500 കോടി രൂപയാണ്. വിഷൻ 2031 ഫോർ ഹെൽത്ത് കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ഭാവിക്ക് മുതൽക്കൂട്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചികിത്സാ ചെലവിൽ നിന്ന് സംസ്ഥാനത്തെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷൻ 2031 അന്തർദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലിക്കെതിരെ ഇംഗ്ലണ്ടിന് 24 റൺസിന്റെ ജയം. മത്സരം ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺ എടുത്തു. നിശ്ചിത ഓവറിൽ 178 റൺസ് നേടാനേ ഇറ്റലിക്കായുള്ളൂ. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ UAEക്കെതിരെ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് ജയിച്ചു. ഇന്നത്തെ മൂന്നാമത് മത്സരത്തിൽ ഓസ്ട്രേലിയ ശ്രീലങ്കയെ രാത്രി 7 മണിക്ക് നേരിടും. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചു. രോഗികൾക്കുൾപ്പെടെ മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുക, DA കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കുമെന്നും സംഘടന അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പൊങ്കാലയോടനുബന്ധിച്ച് ഭക്ഷ്യ സംരംഭകർ, പാചക തൊഴിലാളികൾ എന്നിവർക്കായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ മാസം 19-ന് ബോധവൽക്കരണ ക്ലാസ് നടത്തും. എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് രജിസ്ട്രേഷന്റെ പകർപ്പ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അപേക്ഷകൾ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് news@air.gov.in അല്ലെങ്കിൽ prasarbharati.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. സംസ്ഥാന പോലീസ് സേനയുടെ കാര്യക്ഷമതയും അടിസ്ഥാന സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയ 146 വാഹനങ്ങളാണ് സേനയുടെ ഭാഗമായത്. 2024 മികച്ച പോലീസ് സ്റ്റേഷനുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരവും ഈ ചടങ്ങിൽ സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉച്ചകോടിയിൽ പങ്കെടുത്ത് ലോക നേതാക്കൾ. ശബരിമല യുവതി പ്രവേശന വിഷയത്തിലെ പുനഃപരിശോധനാ ഹർജികൾ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതി പരിഗണിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ 283 കോടി രൂപയുടെ വികസന പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾക്കായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഈ മാസത്തെ പെൻഷൻ 25 മുതൽ വിതരണം ചെയ്യും. പരമ്പരാഗത വൈദ്യശാസ്ത്ര രംഗത്ത് മികവിന്റെ കേന്ദ്രമായി കേരളം ഉയരുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇറ്റലിക്കെതിരെ ഇംഗ്ലണ്ടിന് 24 റൺസ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.